ഹായ് ഡിയർ, വെൽക്കം ടു ദ വോയിസ് ഹബ്. ഈ ഒരു ചാനലിൽ വളരെ കുറച്ച് വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഒരു അവയർനെസ് പോലെയാണ് വീഡിയോസ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു സ്പിരിച്വൽ ഹീലറാണ്. അപ്പോൾ അത്തരത്തിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഈ ഒരു ചാനലിലൂടെ കൺവേ ചെയ്യാനാണ് ഡിവൈൻ ഗൈഡ് ചെയ്തിരിക്കുന്നത്. ഡിവൈൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഈശ്വരനായിട്ടുള്ള ശക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളൊരു ഗൈഡൻസ് പ്രകാരം ചാനലിൻ്റെ നെയിം വോയിസ് ഓഫ് ഗോഡ് എന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഈശ്വരൻ്റെ ശബ്ദമായിട്ട് മാറാൻ സാധിക്കുമോ എനിക്കറിയില്ല. പക്ഷേ ഈശ്വരൻ നൽകിയിട്ടുള്ള ഗൈഡൻസ് ഞാൻ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആത്മീയ യാത്രയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ അത്തരത്തിലൊരു വ്യക്തിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും അങ്ങനെയുള്ള വ്യക്തികളുണ്ടോ എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് പല രീതിയിലുണ്ട് ആത്മീയ യാത്രയിലേക്ക് വരുന്ന വ്യക്തികൾ. അതിലൊരു രീതി എന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. അയാളുടെ ഒരു സാഹചര്യം അനുസരിച്ച് അയാളൊരു ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ചു പോരുന്നുണ്ടായിരിക്കും. പിന്നീട് അങ്ങോട്ടേക്ക് ഇയാളിൽ നിന്ന് ഓരോ കാര്യങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. ഏറ്റവും അവസാനം ഇയാളുടെ ആരോഗ്യത്തിനോ സാമ്പത്തിക സ്ഥിതിക്കോ വളരെ വലിയ രീതിയിലുള്ളൊരു ക്ഷതം സംഭവിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും. നമുക്ക് സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യമൊക്കെ ഇല്ലെങ്കിൽ ചുറ്റിലും ആരും ഉണ്ടാവില്ലല്ലോ. ഒരു പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്കും സഹായിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരവസ്ഥയിലായിരിക്കും. അത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഈ ഒരു വ്യക്തി ദൈവികമായിട്ട് അടുക്കുകയും ദൈവത്തോടടുക്കുകയും ആ ഒരു സമയത്തൊരു സമാധാനത്തിന് വേണ്ടി, ഒരു സൊല്യൂഷന് വേണ്ടിയൊക്കെയും സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്ത് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ പലതരത്തിലുള്ള ആത്മീയ യാത്രകളുണ്ട്. അത്തരത്തിൽ ഇയാളെ ഏതൊരു യാത്രയിലേക്കാണോ വരേണ്ടത്, ഇയാളുടെ ഉള്ളിൽ കുറച്ചധികം ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ഒരു ബ്ലെസ്സിങ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ തക്കതായിട്ടുള്ള ഒരു ആത്മീയ പാതയിലേക്കും ഇയാൾ നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റു ചിലർ അവർക്ക് അവരുടെ ഉള്ളിലിരുന്ന് എന്തോ ഒരു വോയിസ്, ഒരു ഇന്നർ വോയിസ് കേൾക്കുന്ന പോലെ, ഒരു ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നുക, ഡ്രീംസിൽ എന്തെങ്കിലും കാണുക. ഇവർ വളരെയധികം അതും വളരെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അത് പെയിനാണോ എന്ന് ചോദിച്ചാൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ അവർ കടന്നു പോകും. അവർ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകും. അപ്പോൾ അവർക്കിത് എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ പല വഴികളും തേടും. അവസാനം ഇതിനുള്ളൊരു ഉത്തരത്തിലേക്ക് അവരെത്തപ്പെടും. അവരിത്തരത്തിലുള്ള ഒരു ആത്മീയ യാത്രയിലാണ് എന്നുള്ള ഉത്തരത്തിൽ എത്തപ്പെടും. ചിലപ്പോൾ ഏതെങ്കിലും ഗുരുക്കളുടെ കീഴിലോ മറ്റും ഇവരെത്തപ്പെടും. മറ്റു ചിലർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഒരു സ്പിരിച്വാലിറ്റിയോട് ഒരു പാഷനൊക്കെ ഉണ്ടായിരിക്കും. എനിക്കിത് പഠിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അവരത്തരത്തിൽ വരുന്നവരുമാണ്. അങ്ങനെയാണ് ഓരോ വ്യക്തികളും സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തപ്പെടുന്നത്. ഇവിടെ ഇവർ ദൈവത്തെ അറിയുകയും ഇവരുടെ ഉള്ളിലെ ബ്ലെസ്സിങ്സിനെ തിരിച്ചറിയുകയും മറ്റുള്ളവർക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് കൊണ്ട് ഇവരൊരു ഹെൽപ്പായിട്ട് മാറുകയും ചെയ്യുന്നു. ഇവർക്കും ഇവർ ഹെൽപ്ഫുള്ളാകുന്നു. അവരുടെ ആ സിറ്റുവേഷൻ തരണം ചെയ്യാനായിട്ട് മറ്റുള്ളവർക്കും ഒരു ഹെൽപ്ഫുള്ളായിട്ട് ഈ ഒരു വ്യക്തി മാറുകയാണ് ചെയ്യുന്നത്. അവർ സ്വയം പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നൊരു വ്യക്തിയായിട്ട് മാറുന്നു. ഇത്തരത്തിൽ ആത്മീയ യാത്രികരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കലിയുഗത്തിൽ നിന്ന് സത്യയുഗത്തിലേക്കുള്ളൊരു യാത്രയാണ്. ഈ ഒരു യാത്രക്കിടയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെയും. ഇങ്ങനെയുള്ള ദൈവിക വചനങ്ങൾ പറയുന്നവരും ദൈവികമായിട്ടുള്ള അറിവുകൾ പകർന്നു നൽകുന്നവരുടെ എണ്ണം ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലാണ് ഈ ഒരു പ്രപഞ്ചം നല്ലൊരു കാലഘട്ടത്തിലേക്ക്, ഒരു സത്യയുഗത്തിലേക്ക് മാറാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു പക്ഷേ അതിൻ്റെ ഭാഗമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, അത്തരത്തിൽ ആത്മീയമായി സഞ്ചരിക്കുന്ന വ്യക്തികളെ നമുക്ക് സഹായിക്കാൻ പരിമിതികളുണ്ട്. അവിടെ ഡിവൈൻ അവരെ
ഒരു ദിശയിലേക്ക് നയിക്കുന്നുണ്ടായിരിക്കാം. അവിടെ സഹായങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അതല്ല, നിങ്ങളാണ് ആ വ്യക്തിയെങ്കിൽ നിങ്ങളുടെ യാത്ര എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കട്ടെ. നിങ്ങൾ എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഒന്നും പറയാൻ സാധിക്കില്ല. ഓരോ സമയവും നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ടൈമിലും, നമ്മുടെ ഈ ഒരു ജീവിതകാലം മുഴുവനും. അപ്പോൾ അത്തരത്തിൽ എന്തായാലും നിങ്ങളുടെ ആത്മീയ യാത്ര എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.